ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. പലപ്പോഴും ഒ പിയിലേക്ക് എത്തുന്ന പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതികഠിനമായിട്ടുള്ള തൊണ്ടവേദനയും. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ചില പേഷ്യൻസ് ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് വരും നമ്മുടെ ഒ പിയിലേക്ക് വരുമ്പോൾ. അതായത് അവരുടെ തൊണ്ടയിൽ നിന്ന് ചുമച്ചപ്പോൾ തൊണ്ടവേദന കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്നൊന്ന് ചുമച്ചപ്പോഴോ അല്ലെങ്കിൽ കാർക്കിച്ച് തുപ്പിയപ്പോഴോ അവർക്ക് ഒരു വെള്ള നിറത്തിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള ഒരു ചെറിയ അരിമണി പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു വിത്തിൻ്റെ ഒരളവിലേക്കുള്ള ഒരു ചെറിയൊരു സാധനം പുറത്തേക്ക് വന്നു. ഇത് എന്താണ് എന്നുള്ളൊരു സംശയമായിട്ടായിരിക്കും ഒരുപാട് പേര് വരുന്നത്. അതായത് ചിലപ്പോൾ ഒരു തൊണ്ടവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എന്നിട്ട് അവരുടെ സംശയം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇളകി വന്ന ഭാഗം അവരിങ്ങനെ വാ തുറന്നിട്ട് നോക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെ കാണിച്ചിട്ട് നോക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചുവപ്പ് നിറത്തിലൊക്കെ കാണും. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ കുഴി പോലെ കാണുമ്പോൾ പെട്ടെന്ന് ഇത് ക്യാൻസർ ആണോ എന്ന് പോലും സംശയിച്ചിട്ട് ഒ പിയിലേക്ക് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അതായത് ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അസഹ്യമായിട്ടുള്ള വായുനാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേട്ട വെള്ള അരിമണി പോലെ അല്ലെങ്കിൽ യെല്ലോ കളറിലെ അരിമണി പോലെ ഇരിക്കുന്ന ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാരണഗതിയിൽ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊണ്ടയുടെ രണ്ട് ഭാഗത്ത്, അതായത് ഇരുവശത്തുമായിട്ട് ഉണ്ടാകുന്ന ടോൺസിലുകൾക്ക് വീക്കം ഉണ്ടായതിന് ശേഷം ആ ഭാഗത്ത് നമുക്ക് കാണപ്പെടുന്ന ചെറിയ നിറത്തിലുള്ള ഇതിനെയാണ് നമ്മൾ ടോൺസിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ടോൺസിലോ ലിത്ത് LITH എന്നാണ് പറയുന്നത്. ടോൺസിലോ ലിത്ത് എന്ന് പറയുന്ന ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് ടോൺസിലൈറ്റിസ്. അതായത് നമ്മുടെ തൊണ്ടയിലേക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതായത് തൊണ്ടയുടെ രണ്ട് ഭാഗത്തുമായിട്ടിരിക്കുന്ന ടോൺസിലുകൾക്ക് പുറമേ ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ഈ കവറിങ്ങിനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ബാക്ടീരിയലാവാം, ചിലപ്പോൾ വൈറലാവാം, വളരെ റെയറായിട്ട് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനോ നമ്മുടെ ഈ ടോൺസിലിൻ്റെ കവറിങ്ങിനെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനുശേഷം ടോൺസിലുകൾ രണ്ടും വീങ്ങി വരുന്നത് പോലെ കാണും. അതായത് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിയും. അതിനുശേഷം അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടോൺസിലൈറ്റിസ് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടായി കഴിയുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതികഠിനമായിട്ടുള്ള തൊണ്ടവേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെവിയുടെ രണ്ട് ഭാഗത്തുള്ള ചെവികളിൽ ഇതുപോലെ അടയുന്നത് പോലെയും, അതുപോലെ തന്നെ നമുക്ക് ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളും മൂക്കടയുന്നത് പോലെയും നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഇടയ്ക്കിടയ്ക്ക് പനി വന്നിട്ട് പോകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ തൊണ്ട ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. അതായത് ഇപ്പോൾ ടോൺസിലോ ലിത്ത് ഉണ്ടെങ്കിലും ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിലും നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ഇത് ടോൺസിലൈറ്റിസ് മാത്രമായിട്ട് വീക്കം പോലെ വന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് ടങ് ഡിപ്രസർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മുടെ വായി ഇങ്ങനെ ഒന്ന് താഴേക്ക് ആക്കിയതിന് ശേഷം നാവ് നമ്മൾ താഴേക്കൊന്ന് താഴ്ത്തി നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കാണാം. ആ സമയത്ത് തൊണ്ടയുടെ രണ്ട് ഭാഗത്തായിട്ടും തൊണ്ടയുടെ നടുഭാഗത്തായിട്ടും നമ്മൾ കാണപ്പെടുന്നത് ചെറിയ ബ്ലഡ് വെസൽസ് ഇങ്ങനെ എൻലാർജ് ചെയ്ത് നിൽക്കുന്ന പോലെ ചുവന്ന് തടിച്ച ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെയൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് ഈ പറയുന്ന ടോൺസിലോ ലിത്തുകൾ, അതായത് ഈ മഞ്ഞ നിറത്തിൽ ഇതുപോലെ അരിമണി പോലെ പറ്റിയിരിക്കുകയാണെങ്കിൽ പലപ്പോഴും എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഇത് ഫുഡിൻ്റെ വേസ്റ്റ് അവിടെ പറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കഫം അവിടെ ഒട്ടിപ്പിടിച്ച്, അതായത് കട്ടിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വേറെന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗമാണോ എന്ന് സംശയിച്ചിട്ട് പല ഹോസ്പിറ്റൽസ് കയറി ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ടോൺസിൽ ഗ്രന്ഥികൾ രണ്ടും വീങ്ങി ഇരിക്കുക അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഇതിൻ്റെ ഇടയിലായിട്ട് ചെറുതായിട്ട് പറ്റി പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ടോൺസിൽ വീങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് പുറത്തേക്ക് വന്നിട്ട് ഈ പറയുന്ന ഫുഡ് പാർട്ടിക്കിൾസുമായിട്ട് മിക്സ് ആയതിനു ശേഷം ഇത് സ്റ്റോൺ പോലെ അല്ലെങ്കിൽ കട്ടിയുള്ള കല്ലുകൾ പോലെ ചെറുതായിട്ട് ഈ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കും. പിന്നീട് ഇതിൻ്റെ അകത്തേക്ക് ഫുഡ് വേസ്റ്റും ഇതുപോലെ തന്നെ ഇൻഫ്ലെയിംഡ് മെറ്റീരിയൽസും കൂടി പറ്റിപ്പിടിച്ച് കഴിയുമ്പോൾ ഇതൊരു സ്റ്റോണായിട്ട് ഫോം ചെയ്യും. പക്ഷേ പലപ്പോഴും ഇതുപോലെ ക്രോണിക്, അതായത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ടോൺസിലൈറ്റിസ് വരുമ്പോഴാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ചുമച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തെറിച്ച് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ വായുടെ ഉള്ളിലേക്ക് വീണിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ടെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ കാണും. പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഒരവസ്ഥ കാണും. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമുക്കിത് പുറത്തേക്ക് വരുന്ന സാഹചര്യം. അങ്ങനെ വന്നു കഴിഞ്ഞാലും
അവിടെ ചെറിയ രീതിയിലുള്ളൊരു ഹോൾ പോലെ അല്ലെങ്കിൽ ചെറിയൊരു പിറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇളകി വന്നതിന് ശേഷമാണ് അവിടെ നല്ല ചുവപ്പും കാണും, ചെറിയൊരു കുഴി പോലെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാവും. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മുടെ ഓറൽ ഹൈജീൻ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക. അതായത് നമ്മുടെ വായുടെ അകം എപ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഗാർഗിൾ ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ കിട്ടുന്ന ഒരു നാരങ്ങ പൂർണ്ണമായിട്ട് പിഴിഞ്ഞെടുത്തതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും അതായത് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളവും അതുപോലെ തന്നെ ഉപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം തൊണ്ടയിലിട്ടിട്ട് നമ്മളിങ്ങനെ ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ടോൺസിലോലിത്ത് എന്ന് പറയുന്ന ഇത് പുറത്തേക്ക് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബെറ്റാഡിൻ സൊല്യൂഷൻ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയതിന് ശേഷം അത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് തൊണ്ടയിലേക്ക് കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ പേഷ്യൻസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഹിമാലയ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഓറോറ്റി എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓറോറ്റി സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു അടപ്പിൻ്റെ പകുതി ഭാഗത്തേക്ക് നമ്മൾ ഈ മെഡിസിൻ എടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് ഇത് ചൂട് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇത് പുറത്തേക്ക് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് നാളായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന ടോൺസിലൈറ്റിസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ടും മാറാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോൺസിലൈറ്റിസ് ഒരുപാട് നാൾ നമ്മളിങ്ങനെ നീട്ടി ട്രീറ്റ്മെൻറ്റുകൾ വൈകി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ അത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും പിന്നെ ടോൺസിലെക്ടമി, അതായത് നമ്മുടെ 2 ടോൺസിലും റിമൂവ് ചെയ്ത് കളയേണ്ട അവസ്ഥയിലേക്ക് പോലും വരുന്ന രീതിയിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ എപ്പോഴും വളരെ നിസ്സാരമായിട്ട് ചിന്തിച്ച് തള്ളിക്കളയുന്ന ഈ ടോൺസിൽ വീക്കം എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ടെൻഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡോക്ടേഴ്സിനെ കണ്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ളത്. പക്ഷേ സിമ്പിളായിട്ട് നമുക്കിതുപോലെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുകയല്ല, നമ്മളവിടെ ടോൺസിലോലിത്ത് എന്ന് പറയുന്ന ഫോർമേഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലുള്ള സിമ്പിളായിട്ടുള്ള റെമഡീസ് ചെയ്ത് നോക്കുക. അതിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതൊരു അവയർനെസ് എന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് ഈ ഒരു വിഷയം തന്നെ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻ്റായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.